കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. പ്രകൃതിയിലൊരു കഥയായാലോ? കഥയുടെ പേര് മണ്ണമ്മയും മക്കളും. രചന മാധവി വേണുഗോപാൽ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ബ്രൗൺ നിറത്തിലുള്ള മണ്ണമ്മ. പല നിറപ്പൂക്കൾ കൊണ്ട് ഉടുത്തൊരുങ്ങിയ അവൾ സുന്ദരിയും ക്ഷമാശീലയുമാണ്. അവൾക്ക് 5 മക്കളുണ്ട്. തൻ്റെ മക്കളെല്ലാം പ്രഗത്ഭർ എന്ന് ചിന്തിച്ച് അവരെ ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുന്ന അമ്മയാണ് മണ്ണമ്മ. തൻ്റെ മക്കളിൽ മൂത്തവളായ വെയിലമ്മ നല്ല ശക്തിയുള്ളവളാണ്. രണ്ടാമൻ മഴക്കുട്ടൻ സെന്റിമോനും, മൂന്നാമൻ കാറ്റുകുഞ്ഞൻ ചൂളമടിച്ച് നടക്കുന്നവനും, നാലാമത്തവൾ പുഴമോൾ സുന്ദരിയും ഒഴുകി നടക്കുന്നവളും, അഞ്ചാമൻ മലമോൻ ധൈര്യശാലിയും തൊപ്പിക്കുട്ടനും ആയതിനാൽ മണ്ണമ്മ അഭിമാനം കൊണ്ടു. ഇങ്ങനെയിരിക്കെ മക്കൾ തമ്മിൽ എപ്പോഴും വലിപ്പം പറഞ്ഞ് വഴക്കടിക്കുന്നത് നോക്കി നിൽക്കും. അവരിൽ ആരാണ് വലുത്, അതാണ് അവരുടെ തർക്ക വിഷയം. ഒരു ദിവസം ഞാനില്ലെങ്കിൽ കുടിവെള്ളമില്ലെന്ന് മഴക്കുട്ടൻ. ഇത് കേട്ട് വെയിലമ്മ പറഞ്ഞു, ഞാനില്ലെങ്കിൽ വെളിച്ചമില്ല. ഇത് കേട്ട് കാറ്റുകുഞ്ഞൻ പറഞ്ഞു, ഞാൻ വേണം ശ്വാസമെടുക്കാൻ. അപ്പോൾ പുഴമോൾ പറഞ്ഞു, ഞാനില്ലെങ്കിൽ വിളവില്ലെന്ന്. ഇത് കേട്ട മലമോൻ, ഞാനില്ലെങ്കിൽ തണലില്ലെന്നും പറഞ്ഞു. അങ്ങനെ പരസ്പരം അടി തുടങ്ങി. മഴക്കുട്ടൻ പറഞ്ഞു, ഞാൻ ഇനി പെയ്യില്ലെന്ന്. വെയിലമ്മ പറഞ്ഞു, ഞാനിനി ഉദിക്കില്ലെന്ന്. കാറ്റുകുഞ്ഞൻ പറഞ്ഞു, ഞാൻ ഇനി വീശില്ലെന്ന്. പുഴമോൾ പറഞ്ഞു, ഇനി ഞാൻ ഒഴുകില്ലെന്ന്. തർക്കം മൂത്തപ്പോൾ മണ്ണമ്മ ഭയന്ന് സങ്കടത്തോടെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മാത്രമല്ല, ഞാനില്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരായ മരമാമനും മൃഗവങ്കളും പക്ഷിമുത്തനും, അത് പാപമാണ്. അങ്ങനെ പറഞ്ഞ മണ്ണമ്മ തൻ്റെ മക്കൾക്കായി കയ്യിൽ വിത്തുമായി കാത്തുനിന്ന കർഷി എന്ന വളർത്തുപുത്രനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, ഇവൻ എന്നിൽ അർപ്പിക്കാൻ ഒറ്റയ്ക്ക് പോരാ വേണമെന്ന്. അപ്പോൾ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, അതേ മക്കളെ, മഴ നനയ്ക്കും, വെയിലുണക്കും, കാറ്റ് തലോടും, പുഴവെള്ളം അത് നനയ്ക്കും, മല കാക്കും. എല്ലാവരും കൂടുമ്പോഴേ വിളവെടുക്കാൻ പറ്റൂ. കാര്യം മനസ്സിലാക്കിയ മക്കൾ അമ്മ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.